അദ്ധ്യായം 10 മരുഭൂമി. ഞങ്ങളെ അക്കരയ്ക്ക് കടത്തുന്ന യേശുവേ, ഞങ്ങളെ ഇക്കരെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ കരച്ചിൽ കേട്ടപ്പോൾ യേശു ലാസറിനെ ഉയർപ്പിച്ചു. പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനി മാറ്റി. ഹഗ്ഗാറിനും കുഞ്ഞിനും മരുഭൂമിയിൽ വച്ച് കുടിക്കാൻ വെള്ളമില്ലാതായപ്പോൾ അവളുടെ നിലവിളി കേട്ട് ഒരു കിണർ കാണിച്ചുകൊടുത്തു. വിശന്നു പൊരിഞ്ഞ് മരുഭൂമിയിൽ കിടന്ന ഏലിയായയ്ക്ക് അപ്പം കൊടുത്തു. അവൻ നിങ്ങളെ അനുസരിക്കുവാനുള്ള കഴിവും ധൈര്യവും തീരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അവിടെ പോയി ഒളിച്ചുകിടന്നത്. എടാ മോനെ, നീ ഇവിടെ കിടക്കേണ്ടവനല്ല, എഴുന്നേൽക്ക് എന്നു പറഞ്ഞ് അവൻ ചെയ്യേണ്ട ജോലിയും വേണ്ട ധൈര്യവും കൊടുത്തു. ഒരു വടിപോലെയുള്ള ദാവീദിന് ഇത്രയും വലിയ ഗോലിയാത്ത് എന്ന മല്ലനെ തോൽപ്പിക്കുവാൻ കുറച്ച് കല്ലുകൾ മാത്രമേ ആവശ്യമായി വന്നുള്ളൂ. അങ്ങയുടെ ശക്തിയും മഹത്വവും ഈ പാവപ്പെട്ടവനിലും പ്രകടമാക്കണമേ. ഞങ്ങളുടെ ലക്ഷ്യം ദൈവത്തിൽ നിന്നും അകന്നുപോയാൽ ഞങ്ങൾക്ക് ദുഃഖമേ ലഭിക്കുകയുള്ളൂ. കർത്താവ് യോനയോട് നിനവേ എന്ന പട്ടണത്തിലേക്ക് പോകുവാൻ പറഞ്ഞു. എന്നാൽ യോന താർഷീശിലേക്ക് കപ്പൽ കയറി. ആ സമയത്ത് കപ്പലിൽ കൊടുങ്കാറ്റടിച്ചു. ഈ സമയത്ത് പരിഭ്രാന്തരായ കപ്പലിലെ ആളുകൾ നറുക്കിട്ടു നോക്കി. ഈ കപ്പലിൽ ആരോ ഒരാളുടെ പാപം കാരണമാണ് ഇങ്ങനെ നാശം സംഭവിക്കുന്നത് എന്ന അവരുടെ വിശ്വാസം ഈ നറുക്കിടലിന് കാരണമാക്കി. നറുക്കുവീണത് യോനയ്ക്കാണ്. എല്ലാവരും കൂടി അവനെ കടലിലേക്കെടുത്തെറിഞ്ഞു. ആ സമയത്ത് ഒരു തിമിംഗലത്തിനെ ദൈവം ശരിയാക്കി വായും പൊളിച്ച് നിർത്തിയിരുന്നു യോനയെ വിഴുങ്ങുവാൻ. 3 ദിവസം തിമിംഗലത്തിനുള്ളിൽ യോന ജീവിച്ചു. കരയ്ക്കു വന്നപ്പോൾ മീൻ യോനയെ കക്കി. ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കാത്തതിന്റെ ഫലം യോന അനുഭവിച്ചു.